അവരോട് ചോദിച്ചത് എൻ്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ അവരോട് ചോദിച്ചു. അതേ, നിങ്ങളെ ഹബീബ്, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആമന്തു, ഞാനത് വിശ്വസിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഖസീദത്തുൻ നുമാനിയയിലെ 6ാമത്തെ ബൈത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. യാ സയ്യിദ സാദാതി ജഅതുക ഖാസിദ അർജു റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായികി ഇന്നലി ഖൽബൻ മശൂഫൻ ലാ യറൂമു സിവാക വബിഹഖി ജാഹിക ഇന്നനി ബിക മുഗ്റമുൻ വല്ലാഹു യഅലമു അന്നനി അഹ്വാക അൻതല്ലദീ ലൗലാക മാ ഖുലിക ഇംറുഉൻ കല്ലാ വലാ ഖുലികൽ വറ ലൗലാക അൻതല്ലദീ മിൻ നൂരികൽ ബദറു ഇഖ്തസ വശംസു മുശ്രികത്തും ബിനൂരി ബഹാക. ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെയും നാം ചർച്ച ചെയ്തു. ഇന്ന് ചർച്ച ചെയ്യുന്ന ബൈത്ത് അൻതല്ലദീ ലമ്മാ റുഫിഅത ഇല സമാ ബിക ഖദ് സമത് വതസയ്യനത് ലിസുറാക. ഇതിന്റെ മുമ്പുള്ള ബൈത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള അങ്ങോട്ട് ബൈത്തുകളിലെല്ലാം ഏകദേശം ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്ന വാചകമാണ് അൻതല്ലദീ 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 എന്നാണ്. അതായത് മുത്തനബി ആരാണ്? ഓ നബിയെ, നിങ്ങളാകുന്നത് ഈ രീതിയിലാണല്ലോ എന്ന് മുത്തുനബിയുടെ മദ്ഹുകൾ പറഞ്ഞു കൊടുക്കുന്ന ആ ശൈലിയാണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ബൈത്തിലും ബഹുമാനപ്പെട്ടവർ പറയുന്നത് അന്ത, തങ്ങളാകുന്നത്, അല്ലദീ, ഒരുത്തരാണ്, ലമ്മ റുഫിഅത ഇല സമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് നിങ്ങളെ ഉയർത്തിയപ്പോൾ, അല്ലാഹു ആകാശത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, ബിക ഖദ് സമത് വതസയ്യനത് ലിസുറാക, ഖദ് സമത്, ആ കാരണത്താൽ ആകാശം ബഹുമാനമുള്ളതായിപ്പോയി, വതസയ്യനത്, ആകാശത്തിനിക്ക് വലിയ ഗൗരവം വന്നുപോയി, ലിസുറാക, അവിടത്തെ ആ വലിയ യാത്രയുടെ കാരണത്താൽ. ഈ ബൈത്തിൽ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിറാജ് യാത്രയുടെ ആ സൂചനയാണ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ എല്ലാ അവിടുത്തെ ഈ ഖസീദയിൽ ഓരോരോ ബൈത്തിൽ ഓരോരോ പാഠങ്ങളാണ്. അത് കേവലം ഒരു ചെറിയൊരു അർത്ഥവെക്കൽ കൊണ്ട് മാത്രം നിർത്തേണ്ടതല്ല. എത്രമാത്രം ഓരോരോ ആശയങ്ങൾ, ഓരോരോ ഭാഗങ്ങൾ പഠിക്കേണ്ടതാണ്. ഓരോരോ ഭാഗങ്ങളിലേക്ക് സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. മുത്തനബിയുടെ ഇസ്രായിന്റെയും മീറാജിന്റെയും ആ ഭാഗത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഈ 6ാമത്തെ ബൈത്തിലാണ് സൂചിപ്പിക്കുന്നത്. മുത്തനബിയുടെ മീറാജിന്റെ ആ കാര്യം ചെറിയൊരു ബൈത്തിലൂടെ വലിയൊരു ആശയം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മീറാജിനെ ബഹുമാനപ്പെട്ടവർ എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിലേക്ക് കയറിപ്പോയ കാരണം കൊണ്ടാണ് ആകാശത്തിനിക്ക് ബഹുമാനം കൂടിയത് എന്ന് ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മീറാജിലേക്ക് പോകുന്നതിനു മുമ്പ് ഭൂമിക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു. അതായത് മുത്തനബി എന്നെ കൂടെയാണല്ലോ, എന്നിലല്ലേ മുത്തനബി താമസിക്കുന്നത്, ആകാശത്തിനോട് ഭൂമി പറയുമായിരുന്നത്രേ, നോക്ക്, അല്ലാഹുവിന്റെ റസൂല് എന്നെ കൂടെയാണ് ഉള്ളത്, എന്നിലാണ് മുത്തനബി താമസിക്കുന്നത്, നിനക്ക് ആ സ്ഥാനമില്ലല്ലോ എന്ന് ആകാശത്തിനോട് ഭൂമി പറയുമായിരുന്നു. ആ കാരണത്താൽ ആകാശത്തിനിക്ക് ഏത് സമയത്തും വേജാരായിരുന്നു. ശരിയാണല്ലോ, മുത്തനബി എന്നിലില്ലല്ലോ. അവിടെയാണ് ഇമാമിങ്ങളൊക്കെ പറയുന്നു, ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മീറാജ് പോയതിന്റെ ശേഷം ആകാശത്തിനിക്ക് വല്ലാത്ത സന്തോഷമാണ്. ആകാശഭൂമിയോട് തിരിച്ചു പറഞ്ഞു, അതാ അള്ളാഹു ആ ഭാഗ്യം എനിക്കും നൽകിയല്ലോ. അതാണ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ മീറാജിലേക്ക് അള്ളാഹു കൊണ്ടുപോയ കാരണത്താൽ
ഖദ് സമത്, ആകാശം മേലെയായിപ്പോയി, ആകാശത്തിലേക്ക് വലിയ ബഹുമാനം വന്നുപോയി. വതസയ്യനത്, അതിലേക്ക് വലിയ ഗൗരവം വന്നുപോയി, അത് ഭംഗിയായിപ്പോയി. ലിസുറാഖ, മുത്തുനബിയുടെ ആ യാത്ര കാരണത്താൽ എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. ഇതിനൊക്കെയും വിശദീകരിക്കുകയാണെങ്കിൽ എത്രമാത്രം പറയേണ്ട വാക്കുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിലെ വളരെ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണല്ലോ മിഅ്റാജ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ജീവിതകാലത്ത് അല്ലാഹു എനിക്ക് യാമനാൾ വരെ ആരും പോകാത്ത സ്ഥലത്തിലേക്കാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു കൊണ്ടുപോയത്. ഇവിടെ വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്ത് അന്നുള്ള ശാസ്ത്രജ്ഞന്മാർ അവരൊന്നും ആകാശം കയറിപ്പോയ ശാസ്ത്രജ്ഞന്മാരൊന്നുമല്ല. ശാസ്ത്രജ്ഞന്മാർ അന്നത്തെ ഗവേഷകന്മാർ എന്ന് പറഞ്ഞാൽ അവര് ദുനിയാവിൽ തന്നെ എല്ലാത്തിനും ആകാശത്തിൻ്റെ ലോകവും ഭൂമിൻ്റെ ലോകമൊക്കെ നിരീക്ഷിക്കുന്നവരായിരുന്നു. ആ കാരണത്താൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഏതായാലും ഇസ്ലാം അവരെക്കാൾ മുന്നിലാകണമല്ലോ, അമ്പിയാക്കൾ അവരെക്കാൾ മുന്നിലാകണമല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അള്ളാഹു അവരെക്കാൾ ഉയർന്നതായ സ്ഥാനം, അവരുടെ വിവരത്തിനേക്കാൾ കൂടുതലുള്ള വിവരം അള്ളാഹു കൊടുത്തിരുന്നു ഈ ഭൂമി ലോകത്ത് തന്നെ. പക്ഷേ മുത്തുനബിയുടെ ഉമ്മത്തീങ്ങൾ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എവിടെയോ എത്തിപ്പോയി. നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇന്നെവിടെയോ ഏതെല്ലാം ആകാശത്തിലേക്ക് കയറിപോകുന്നുവെന്നും എന്തെല്ലാം അത്ഭുതങ്ങളാണ് നാം ആ വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് യാമനാൾ വരെ ഇവിടെ എന്തെല്ലാം നടക്കാൻ പോകുന്നോ, അപ്പൊ ഇവിടെയുള്ള ഗവേഷകന്മാർ, ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ എവിടെയെല്ലാം എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. മുത്തുനബി പോവാത്തൊരു സ്ഥലത്തിലേക്ക് എത്തിപ്പെട്ടാൽ മുത്തുനബി അവിടെ കുറവായി പോകും. അവിടെയാണ് മുത്തുനബി അവർക്കും നേതാവാകണ്ടേ, അവരുടെയും നേതാവാണല്ലോ മുത്തുനബി. കേവലം മുത്തുനബിയുടെ കാലഘട്ടത്തുള്ള ആൾക്കാർക്ക് മാത്രമല്ലല്ലോ നേതാവ്. എനിക്ക് യാമനാൾ വരുന്ന ഏതൊരു ശാസ്ത്രജ്ഞനും ഏതൊരു ഗവേഷകനും മുത്തുനബി നേതാവാണ്. അപ്പോൾ എനിക്ക് യാമനാൾ വരെ ആരും പോകാത്തൊരു സ്ഥലത്തിലേക്ക് മുത്തുനബി, അവിടത്തെ ഈ ദിന്യവിയായ ശരീരം കൊണ്ട് മുത്തുനബി പോകേണ്ടതുണ്ട്. അതാണ് മിഹ്റാജിന്റെ വലിയൊരു രഹസ്യമെന്നും ഇമാമിങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഒരിക്കലും പോലും എനിക്ക് യാമനാൾ വരെ എത്ര വലിയ ഗവേഷകന്മാരിവിടെ വന്നാലും, എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരിവിടെ വന്നാലും, എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ എത്തിപ്പെട്ടാലും യാമനാൾ വരെയും മുത്തുനബി എത്തിപ്പെട്ട സ്ഥലത്തിലേക്ക് ഒരാൾക്കും എത്തിപ്പെടാൻ സാധ്യതയില്ല എന്നത് ഉറപ്പു തന്നെയാണ്. നോക്ക്, ഇന്ന് എവിടെയോ ശാസ്ത്രം എത്തിയെന്നും ഇന്നത്തെ കണ്ടുപിടുത്തം എവിടെയോ എത്തിയൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഇന്നും ഒന്നാമത്തെ ആകാശത്തിന്റെ വിഷയത്തിൽ തന്നെ തീരുമാനം ആയിട്ടില്ല. അവിടെയാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ ആകാശമല്ല, രണ്ടാമത്തെ ആകാശമല്ല, മൂന്നാമത്തതല്ല, ഏഴും കഴിഞ്ഞിട്ട് ജിബ്രീലിന് പോലും ഇനി അങ്ങോട്ട് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി അവിടത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് അവിടത്തേക്ക് കൊണ്ടുപോയത്? അതാണ് എനിക്ക് യാമനാൾ വരെയും ആരും എത്താത്ത സ്ഥലത്തേക്ക് എന്റെ ഹബീബ് എത്തണം. അവരുടെ എല്ലാം നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയാണല്ലേ അവർക്കെല്ലാം നേതാവ് ആവുകയുള്ളൂ. അല്ലാതെ കേവലം ഒരു പറച്ചിലുള്ള നേതാവ് ആവുകയില്ലേ? എല്ലാവരും മുത്തുനബിയുടെ മുമ്പിൽ മുട്ടുമടക്കിയേ പറ്റൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു മുഅ്ജിസത്ത് നൽകിയതിന്റെ പിന്നിലുള്ള രഹസ്യം. പല രഹസ്യങ്ങളിലെ ഒരു രഹസ്യമെന്നും മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ബൈത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അൻതല്ലദീ ലമ്മാ റുഫീത ഇലാ സമാ ബിക ഖദ് സമത വ തസയ്യനത്തിൽ സുറാഖ. ഓ നബിയേ, അവിടത്തെ ആ വലിയ മുഅ്ജിസത്താകുന്ന ഇസ്റാ മിഅ്റാജിന്റെ ആ വലിയ സ്ഥാനം അല്ലാഹു നൽകിയതുകൊണ്ട് ആകാശത്തിനിക്ക് വലിയ ഗൗരവം കൂടി, ആകാശത്തിനിക്ക് വലിയ സ്ഥാനം കൂടി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജ് ചർച്ച ചെയ്യുമ്പോൾ നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇസ്രാ മിഅ്റാജ് പോയി വന്ന പിറ്റേ ദിവസം മക്കക്കാരോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതാണ്. അവിടെ നിന്നാണല്ലോ മെഹ്റാജ് എന്നുള്ളത്. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്താലേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് പോയ എത്രയോ യാത്രാ സംഘങ്ങൾ മക്കയിൽ ഉണ്ടായിരിക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ പോയി വന്നു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. കേവലം ഒരു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ ഇസ്രാ തന്നെ മക്കക്കാര് വിശ്വസിക്കുന്നില്ല. പിന്നീടല്ലേ അവിടെ നിന്ന് ആകാശം പോയി വന്നു എന്നൊക്കെ പറയുന്നത്. അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതുവരെ ചെറിയ നിലയ്ക്ക് വിശ്വസിച്ചിരുന്നവർ പോലും ഇത് എന്തൊരു കള്ളത്തരമാണ് പറയുന്നത് എന്നവർ വിചാരിച്ചുപോയി. നമ്മളിങ്ങനെല്ലാം കളവ് പറഞ്ഞ് പറ്റിക്കേണ്ടതുണ്ടോ? ഇത് ഒരിക്കലും സാധ്യതയില്ലല്ലോ എന്ന് മക്കക്കാരൊക്കെയും മുത്തനബിയെ ആക്ഷേപിക്കുകയാണ്. അവിടെയാണ് അവർക്കൊരു തക്കം കിട്ടി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏത് സമയത്തും കാവൽക്കാരനായിട്ടും കൂട്ടുകാരനായിട്ടും ഏത് സമയത്തും മുത്തനബിക്ക് വലിയൊരു ആശ്വാസമായിരുന്നല്ലോ മുത്തനബിയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുത്തനബിയിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് വേർപെടുത്തണം, അവരെ തമ്മിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടാക്കണമെന്ന് എന്നും മക്കക്കാർ കൊതിച്ചിരുന്നു. അപ്പോൾ ഇത് തക്കം കിട്ടിയ സമയമാണെന്ന് കരുതി അവർ വേഗം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെത്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ ഇവരെത്തി. എന്തിനാണ്? മുത്തനബിയിൽ നിന്ന് ഇവരെ തെറ്റിക്കണം. കാരണം ഇത് പറഞ്ഞാൽ ഉറപ്പായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇത് ഒരു മനുഷ്യനിക്കും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് അവർ കരുതിപ്പോയി. ഇത് പറഞ്ഞാൽ ഏതായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബിയിൽ നിന്ന് പിന്മാറും, വിശ്വസിക്കുന്നതിൽ നിന്ന് പിന്മാറുമെന്ന് അവർ കരുതിപ്പോയി. അങ്ങനെ അവർ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഫിത്നയാക്കുകയാണ്. നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് അതാ ഇന്ന രാത്രിയിൽ ഇങ്ങനൊരു യാത്ര പോയിട്ടുണ്ടെന്ന് അദ്ദേഹം കള്ളത്തരം പ്രചരിപ്പിക്കുന്നുണ്ട്, നിങ്ങളത് വിശ്വസിക്കുമോ? ഇങ്ങനെ ഒരു കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ആളോടാണോ നിങ്ങൾ കൂടിയിട്ടുള്ളത്? നിങ്ങൾ നേതാവാണെന്നും നിങ്ങൾ റസൂലാണെന്നും വിശ്വസിച്ചിട്ടുള്ളത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ഫിത്നയാക്കുകയാണ്. ഇവിടെയാണ് വളരെ അത്ഭുതത്തോടുകൂടെ ഏതൊരു മുഅ്മിനും ഗൗരവത്തോടുകൂടെ കാണേണ്ടത്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ഞാനൊന്ന് മുത്തനബിയോടൊന്ന് ചോദിക്കട്ടെ എന്നല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. പക്ഷേ അതല്ല പറഞ്ഞത്. അവരോട് ചോദിച്ചത് എൻ്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ അവരോട് ചോദിച്ചു. അതേ, നിങ്ങളെ ഹബീബ്, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആമന്തു, ഞാനത് വിശ്വസിച്ചു. എൻ്റെ ഹബീബ് അത് പറയുന്നുണ്ട് എന്ന് ഞാൻ കേട്ടാൽ അത് ഞാൻ വിശ്വസിച്ചു. അത് എങ്ങനെയാണെന്നോ, അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, അത് സാധ്യതയുണ്ടോ, അതൊന്നും എനിക്ക് ചിന്തിക്കേണ്ടതില്ല. എൻ്റെ ഹബീബിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ റസൂലിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മുത്തുനബി ഒരിക്കലും കളവ് പറയില്ല. നിങ്ങളെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. നിങ്ങളെ പറയുന്നത് മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേട്ടപാടെ ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വിശ്വസിക്കുകയാണ്. നോക്ക്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ചെറുതൊന്നുമല്ല. ഈ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവരുടെ ഈമാൻ എത്രമാത്രം ബഹുമാനപ്പെട്ടവർ മുത്തുനബിയെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് പഠിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മുത്തുനബിയെ ബഹുമാനിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലേക്ക് വലിയൊരു സൂചനയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അൻതല്ലദീ ലമ്മാ റുഫിഅത ഇലസ്സമാ ബിക ഖദ് സമത വതസയ്യനത്തിൽ സുറാക. ഓ നബിയെ, അവിടുത്തെ യാത്ര കൊണ്ട്, ആ മിഅ്റാജും ഇസ്രാഇന്റെ യാത്ര കാരണത്താൽ ആകാശത്തിനിക്ക് ഭംഗി കൂടി.
ആകാശത്തെനിക്ക് ഗൗരവം കൂടി, ആകാശത്തെനിക്ക് സ്ഥാനം കൂടി. അപ്പോൾ മുത്തുനബി എവിടെയെല്ലാം ബന്ധപ്പെടുന്നു അതിനെല്ലാം സ്ഥാനമുണ്ട് എന്നല്ലേ? അപ്പോൾ നമുക്കും മുത്തുനബിയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്കും സ്ഥാനം കൂടും, നമുക്കും ഗൗരവം കൂടും, നമ്മുടെ ജീവിതത്തിലും വലിയ ബറക്കത്തുണ്ടാകും. അതാണ് ഈ ബൈത്തിലൂടെ എല്ലാം ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ബന്ധം മുത്തുനബിയുമായി ബന്ധപ്പെട്ട് ഇത്രയെല്ലാം മുത്തുനബിയുടെ വിഷയങ്ങൾ കേട്ടതിന്റെ പേരിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.